ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്തൊരുക്കിയ ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു മാർക്കോ. 30 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം 9 ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് ഇതുവരെ 32 കോടി രൂപയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 86 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 2 കോടി 37 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 33 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 2 കോടി രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 25 കോടി 50 ലക്ഷം രൂപയാണ് ചിത്രം നേടിയിട്ടുള്ളത്. അങ്ങനെ 9 ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 63 കോടി 5 ലക്ഷം രൂപ മാർക്കോ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫൈനൽ കളക്ഷൻ 100 കോടി വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്ക്രീൻ കൗണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ക്രിസ്മസിന് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ സിനിമ കൂടിയാണ് മാർക്കോ. അതുകൊണ്ട് തന്നെ 2024 ക്രിസ്മസ് വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ മറ്റൊരു സിനിമയായിരുന്നു റൈഫൽ ക്ലബ്ബ്. ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയ്ക്ക് 10 ദിവസം കൊണ്ട് 17 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് സ്വന്തമാക്കാൻ സാധിച്ചത്. ലാലേട്ടൻ സംവിധാനം ചെയ്തൊരുക്കിയ 3D സിനിമയായിരുന്നു ബറോസ്. കുട്ടികളുടെ സിനിമ എന്ന പേരിൽ പുറത്തിറങ്ങിയ ബറോസിന് നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു കൂടുതലായി ലഭിച്ചത്. 80 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 7 കോടി 60 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ആയിട്ട് 11 കോടി 20 ലക്ഷം രൂപയും മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ ചിത്രം ഏകദേശം ദുരന്തമാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് റിലീസായെത്തിയ സിനിമകളിൽ നിങ്ങൾ കണ്ട സിനിമ ഏതാണെന്നും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളുമൊക്കെ താഴെ പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.